ഇനി നമുക്ക് ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് വാർണിഷ് അടിച്ചു കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, മാസ്റ്റർ ക്രാഫ്റ്റ് മറ്റൊരു വീഡിയോയ്ക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബലൂണും കുറച്ച് ന്യൂസ് പേപ്പറും അതുപോലെ വൈറ്റ് സിമെൻറ്റും വെച്ചിട്ട് ഒരു നല്ലൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുണ്ടോ, ഇതുപോലൊരു ബലൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ നമ്മൾ ഗ്ലൂ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതുപോലെ ഓരോ പേപ്പറും അതിൽ മുക്കിയിട്ട് ബലൂൺ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. കൈ കൊണ്ട് തന്നെ അങ്ങനെ ഒട്ടിച്ച് പോയാൽ മതി. ഇതുപോലെ 2 ലെയറായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ഇനി ഇത് ഒരു ദിവസം സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റി വെക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഒരു ദിവസം സെറ്റാകാൻ വേണ്ടി വെച്ചിട്ട് എടുത്തതാണ്. ഇപ്പോൾ ഇത് ബലൂണ് ആദ്യമേ പൊട്ടിപ്പോയി, അപ്പോൾ നമ്മളത് എടുത്ത് ഒഴിവാക്കി. ഇനി നമുക്ക് ഇതിൻ്റെ വായുണ്ടല്ലോ, ഇതൊന്ന് കത്രിക വെച്ചിട്ട് ചെറുങ്ങനൊന്ന് വലിപ്പം കൂട്ടി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അടിഭാഗം ഇതേപോലെ ഒന്ന് അമർത്തിയെടുക്കാം. കണ്ടോ, ഒരു കൊയ് പോലെ ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ അമർത്തി കൊടുത്തെടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ശരിക്ക് സെറ്റായിരിക്കും നിലത്ത്. കണ്ടോ, അങ്ങനെ സെറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ ഒന്ന് കൊയ്യാക്കിയിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു 7-അപ്പിൻ്റെ ബോട്ടിലിൻ്റെ മേൽഭാഗം കട്ട് ചെയ്തെടുത്താണിത്. എന്നിട്ട് ഇതിങ്ങനെ ഇതളകളായിട്ട് കട്ട് ചെയ്യുക. ഞങ്ങൾ ഇതേപോലെ കത്തിരി വെച്ചിട്ട് അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് അങ്ങനെ ഇതുപോലെ വെക്കാം. എന്നിട്ട് മാസ്കിങ് ടേപ്പ് എടുത്തിട്ട് അങ്ങനെ ഒട്ടിച്ചു വിടുക. ഇതുപോലെ നന്നായിട്ട് ടാപ്പ് ഒട്ടിച്ചെടുക്കുക. നമുക്കതിന് അടർന്ന് പോരാൻ പാടില്ല. അതിനുശേഷം നമ്മളെ വൈറ്റ് ഗ്ലൂ കുറച്ച് വെള്ളത്തിൽ ലൂസാക്കി എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഒട്ടിച്ച പോലെ തന്നെ വീണ്ടും അതിൽ ടിപ്പ് ചെയ്തിട്ട് ഇവിടെ ഇതുവരെ പേപ്പർ ഒട്ടിച്ചെടുക്കുക. ഒന്നുകൂടെ അപ്പോൾ നമ്മളിത് ശരിക്ക് സെറ്റാക്കി എടുത്തൊരു 5-6 മണിക്കൂർ മാറ്റി വെച്ചിട്ട് ഈ ഭാഗത്ത് ഒട്ടിച്ച് ശരിക്ക് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ വൈറ്റ് സിമെൻറ്റ് എടുത്തിട്ട് അതിൽ ഇതേപോലെ കുറച്ച് വൈറ്റ് ഗ്ലൂ ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നത്. വൈറ്റ് സിമെൻറ്റ് നല്ല മിക്സാക്കി എടുത്തിക്കണം. ഈ ഒരു പരുവത്തിലെടുക്കുക. എന്നിട്ടിത് ഇതിൽ മൊത്തമായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. കൈയായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ സ്കെയിൽ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ നന്നായിട്ടിത് തേച്ചെടുത്തിക്കണ്. അതിനുശേഷം ഇതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് ഒന്ന് നനച്ച് തുടച്ചെടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വടിച്ചു കൊടുക്കുക.
ശരിക്കും നന്നായിട്ട് വടിച്ചു കൊടുക്കുക ഫുള്ളായിട്ട്. അപ്പോൾ നമ്മളെ ഇത് കണ്ടോ നല്ല ഉറച്ച് സെറ്റായി വന്നതാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് ഒരതി സ്മൂത്താക്കി എടുക്കാം. ഫുള്ളായിട്ട് നന്നായിട്ട് ഒരതി കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് നല്ല ഒരതി സ്മൂത്താക്കി എടുത്ത് ഇനി നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് ഏതെങ്കിലും ഒരു പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ടിട്ട് എന്തെങ്കിലും കളർ കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതാണ്ടോ ഇതുപോലത്തെ 10 രൂപേൻ്റെ അങ്ങനത്തൊരു വാട്ടർ കളറാണിത്. ഇത് നേരിട്ട് കൊടുക്കുകയാണ് നമ്മൾ. നമുക്കിഷ്ടമുള്ള രൂപത്തിൽ ഒരു വർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിതുപോലെ ഒരുപാട് കളറുകൾ ഉപയോഗിച്ചിട്ട് ഒരു വർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കണ്ടോ നമ്മൾ പെയിൻ്റെല്ലാം അടിച്ച് കഴിഞ്ഞ് ഫുള്ള് ഉണങ്ങി വന്നിക്കണ്. ഇനി നമുക്ക് ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് വാർണിഷ് അടിച്ചു കൊടുക്കാം. വാർണിഷ് ഇല്ലെങ്കിൽ ഫെവിക്കോളും അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് നമ്മളിന്ന് ചെയ്ത ഫ്ലവർ വൈസ് സെറ്റപ്പ് അല്ലേ? അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നല്ല ഫിനിഷ് വന്നിക്കണ്. നമ്മൾ വാർണിഷ് അടിച്ചുകൊണ്ട് ഒന്നുകൂടി നല്ലൊരു ഫിനിഷിൽ വന്നിക്കണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. പെയിൻറ്റിങ്ങൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്യാം. എനിക്കറിയണ ചെറിയൊരു പെയിൻറ്റിങ് നമ്മൾ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അടിപൊളിയായി ചെയ്യാം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്ത് മറ്റുള്ളവരൊക്കെ എത്തിക്കുക. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.